ക്യാമ്പ് എടുക്കണമെന്ന് അറിഞ്ഞത് മുതൽ ഞാൻ ഓരോന്ന് പുതിയതായിട്ട് റിസർച്ച് ചെയ്യായിരുന്നു. കുട്ടികൾക്ക് എങ്ങനെ ഫീഡ് ചെയ്യണം, അവർക്ക് ഏതൊക്കെ രീതിയിൽ എങ്ങനെയാണ്, ഏതൊക്കെ കാറ്റഗറിക്കാർക്ക് എങ്ങനെയൊക്കെ ആയിരിക്കണം ക്ലാസ്സസ് പോകേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് ഇവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റും എൻജോയിങ്ങും മാത്രമല്ല, അല്ലെങ്കിൽ ഡാൻസ് ലേണിംഗ് മാത്രമല്ലാതെ ഇവരുടെ മെൻ്റൽ ഹെൽത്തിലേക്കും കൂടി ഇങ്ങനെ ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നു. അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ റിസർച്ച് ചെയ്തിരുന്നു. ആ സമയത്ത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, കുട്ടികളുടെ ഒരുപാട് പേർക്ക് ഇത്രയും വർഷമായിട്ട് ചിരിക്കാത്ത കുട്ടികളുണ്ട്, പൊട്ടിച്ചിരിക്കാൻ അറിയാത്ത കുട്ടികളുണ്ട്, കരയാൻ അറിയാത്ത കുട്ടികളുണ്ട്, ഫീലിങ്സ് എല്ലാം ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. സോ അതൊക്കെ ബ്രേക്ക് ചെയ്യാനും അവരുടെ ഉള്ളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് ഫ്യൂച്ചറിൽ ബാഡായിട്ടുള്ള ഒരു ഡിസിഷൻസ് എടുക്കാൻ പറ്റാതിരിക്കാനും, അങ്ങനെ ആ രീതിയിൽ ക്ലാസ്സിനെ എൻജോയ്മെൻറ്റ് മാത്രമല്ലാതെ കിഡ്സ് കാറ്റഗറിക്കാർക്ക് എല്ലാവർക്കും എൻജോയ്മെൻറ്റും ഫീൽ ഗുഡ് ക്ലാസ്സസും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഇൻ്റർമീഡിയറ്റ് കാറ്റഗറിക്കാർക്ക് അങ്ങനൊരു സംഭവം പ്ലസ് ഒരു കൊറിയോഗ്രഫി ലെവലിലാണ് അപ്ലൈ ചെയ്തത്. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് ക്ലാസ്. ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു ഗുരുവായൂരിൽ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, തരാ.